നമസ്കാരം. ഇന്ത്യ സഖ്യം നിലവിൽ വിരളി പിടിച്ച് നടക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അധികാരം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മണ്ടയിൽ ഇടിത്തീ പോലെയാണ് ആ വാർത്ത വന്നു വീണത്. മോദി വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നു എന്ന വാർത്ത. അതോടെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മമതാ ബാനർജി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു അവർ. ഓരോ പ്രശ്നങ്ങളും ആളിക്കത്തിച്ച് രാജ്യത്ത് സംഘടിതമായ ഒരു കലാപം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. ഈയിടെയായി മമതയും ലാലു പ്രസാദും അഖിലേഷ് യാദവും പറയുന്ന ഒരു കാര്യമുണ്ട്: മോദി സർക്കാർ ഒരു മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്ന്. എന്തോ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളി അവർ കളിക്കുന്നു എന്നത് ഉറപ്പാണ്. അധികാരത്തിന്റെ കസേര കിട്ടാൻ വേണ്ടി എന്ത് തരത്തിലുമുള്ള കുറ്റകൃത്യം ചെയ്യാനും അവർ മടിക്കില്ല എന്നത്, ഒരു കലാപം തന്നെ അഴിച്ചുവിടാനും അവർക്കൊരു മടിയും ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന വിവാദം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടു വന്നതാണ്. ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ കളികളാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. പ്രതിപക്ഷം വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി കൊണ്ടുവന്നിരുന്ന ആ സമയത്ത് തന്നെ കേന്ദ്ര ഏജൻസിയുടെ ചടുലമായ നീക്കത്തിൽ CBIയുടെ നിർണായക നീക്കങ്ങൾ അവിടെ നടന്നു. ഒടുവിൽ കുറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് തുടങ്ങിയതോടുകൂടി പ്രതിപക്ഷം നടുങ്ങി മിണ്ടാതിരുന്നു. നീറ്റ് വിവാദത്തിന്റെ പേരിൽ ഒരു വലിയ ആക്രമണം നടത്താൻ ഒരുങ്ങിയ പ്രതിപക്ഷത്തിന് ഇത് കനത്ത തിരിച്ചടിയായി എന്നതിൽ യാതൊരു സംശയവുമില്ല. വൻ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നതും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ അന്വേഷണമാണ് നിലവിൽ CBI വ്യാപിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ 60 പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി അവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പക്ഷേ മണിപ്പൂരിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട സോ കോൾഡ് പൊളിറ്റിക്സുമായി രാഹുൽ ഗാന്ധി ചെന്നത് മണിപ്പൂർ ജനതയെ ആശ്വസിപ്പിക്കാനൊന്നുമല്ല, മണിപ്പൂരിലെ ജനതയെ മോദിക്കെതിരെയും കേന്ദ്രത്തിനെതിരെ തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂടെ PR ടീമും ഉൾപ്പെടെ മണിപ്പൂരിൽ ചെന്നിറങ്ങിയത്. പക്ഷേ മാധ്യമങ്ങളുടെ ശരവേഗത്തിലുള്ള ചോദ്യങ്ങളിൽ പതറി രാഹുൽ ഇറങ്ങിയോടുന്ന കാഴ്ചയാണ് മണിപ്പൂരിൽ നമ്മൾ കണ്ടത്. ഓരോ സംസ്ഥാനത്ത് പോയി രാഹുൽ ഭരണം അട്ടിമറിക്കാൻ രാഹുലിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രാഹുൽ ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളുടെ സഹായം പ്രതിപക്ഷത്തിന് കിട്ടുന്നുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ നിലവിലുണ്ട്. രാഹുലിന് പാകിസ്ഥാനുമായി നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷൻ നടന്ന സമയത്ത് രാഹുലിന് പാകിസ്ഥാനിലെ മന്ത്രി ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു വിവാദമായി. ലോക്സഭയിൽ പട്ടാളത്തിന്റെ മനോവീര്യം തകർക്കാൻ വേണ്ടി അഗ്നിവീറുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. പക്ഷെ അത് അപ്പോൾ തന്നെ പ്രതിരോധ സേനയും പ്രതിരോധ മന്ത്രിയും അത് പൊളിച്ചടുക്കി രാഹുലിന് കയ്യിലെന്ന് കൊടുത്തു. ഉത്തർപ്രദേശിലെ ഭോലെ ബാബയുടെ ആശ്രമത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 112 പേർ കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. ഈ തിരക്ക് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് റിപ്പോർട്ടുകൾ ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ്. ശ്വാസം മുട്ടലുണ്ടാക്കാൻ ചിലർ സ്പ്രേ അടിച്ചതായി പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നടന്ന സംഭവം യോഗി സർക്കാരിനും കേന്ദ്രത്തിനും ഭീഷണി ഉണ്ടാക്കാൻ പ്രതിപക്ഷം നടത്തിയ ഒരു ആസൂത്രണ നീക്കമാണോ എന്ന സംശയവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും തീപിടുത്തവും തീവണ്ടി അപകടവും നടക്കുന്നതിന് പിന്നിൽ ഒരാശങ്ക തന്നെയുണ്ട്. ചില അട്ടിമറി പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായി IBയുടെയും റോയുടെയും ചില നിർണായക തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ IBക്കും റോയ്ക്കും കിട്ടിയ തെളിവുകൾ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അത് അവർക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു കനത്ത പ്രഹരമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.